हार लग रहा है, अब उनको जेलसी होगी। पूरी मेरे पे गिर जाती, मैं नहा लेगा चाय से। वो डाल देंगे, देखना अपने ऊपर चाय डालेंगे। हेलो गाइस, आप सबका स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए हरे कृष्ण के कॉमेडी सीन का रिएक्शन। सो ये जो है, इसका सीन का नाम है टी कॉमेडी सीन एंड ये हमें सेंड किया गया है। सो लाइक बोला गया कि ये बहुत ही फनी है हरे कृष्ण मूवी। सो लेट्स वॉच दिस वीडियो। मोहनलाल सर। नहीं वही अच्छी लग रही है, पिंक नहीं, ग्रे पहन लो। Yes. ब्लू। ये अच्छी है। ये क्या, रेड और ब्लू। हमने भी चेक Fantastic. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട് ആണല്ലോ. അപ്പൊ മീര എന്റെ തന്നെ അല്ല, മീര എന്റെ മീര ആദ്യമായിട്ട് അടുത്ത് കണ്ടപ്പോഴേ എന്റെ മനസ്സിൽ കുറിച്ചിട്ട് കാര്യമായിരുന്നു. മീരെ ആദ്യമായി അകലെ വെച്ച് കണ്ടപ്പോഴേ എന്റെ മനസ്സിൽ ഉറപ്പിച്ചിട്ടൊരു തീരുമാനമാണ് ഇത്. തമാശ കളയണ്ട, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഞാൻ അതിലും സീരിയസ് ആയിട്ടാ പറയുന്നത്. ചുമ്മാ ഇരിക്കുന്ന കിണ്ണൻ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറയുന്നത് എനിക്ക് അല്ല, കരള് പറിച്ചെടുത്ത് തന്നെയാണ് പറയുന്നത്. മീര എനിക്കുള്ളതാണ്. അല്ല, എനിക്കുള്ളതാണ്. ഒന്നും അല്ലെങ്കിൽ ഞാൻ 1.5 വയസ്സിന് മൂത്തല്ലേ. അത് റെക്കോർഡ് പ്രകാരം ശരിക്കുള്ള വയസ്സ് എത്രയാണെന്ന് നേരത്തെ തീരുമാനിച്ച കാര്യം. അതെ, നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാ. കല്ലൂക്കാടൻ വിശ്വംഭരൻ മുതലാളിക്ക് മീര എന്നൊരു മകളുണ്ടെങ്കിൽ അതെന്റേതാണ്. അഡ്വക്കേറ്റ് ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ഈ കൃഷ്ണന്റെ. അല്ല, അതിന് ഇട്ടതാണ് ഈ ഉടുപ്പെങ്കിലേ അതങ്ങ് ഊരി വെച്ചാ മതി. പിന്നെ ഹരികൃഷ്ണൻ അസോസിയേറ്റ്സിലെ അഡ്വക്കേറ്റ് ഹരികൃഷ്ണൻ എന്ന ഹരി ഞാനാണെങ്കിൽ ഈ ഇവിടെ കൂരാനും പോകുന്നില്ല. കല്ലൂക്കാടന്റെ മോൾ മീരയെ ഒരു കിണ്ണനും കിട്ടാനും പോകുന്നില്ല. താങ്ക് യു. ഓക്കെ, അപ്പോ ഹരി മീരയെ ഇഷ്ടപ്പെടുന്നു. അതെ. എത്ര ഇഷ്ടപ്പെടുന്നു? ഒരുപാട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഈ ആകാശമുട്ടെ. ആ, അപ്പൊ ഹരി മീരെ ഈ ആകാശമുട്ടെ ഇഷ്ടപ്പെടുന്നു. ഇനി എന്നോട് ചോദിക്കും, ഞാൻ എത്ര ഇഷ്ടപ്പെടുന്നു? ചോദിക്കേ. ചോദിക്കുന്നില്ല. ആ, ചോദിക്കുന്നില്ല. ഇയാളെന്താ ഒരുമാതിരി പിള്ളേരെ പോലെ. മീര അല്ലാതെ എന്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണില്ല. എന്റെ ജീവിതം मीरा किसको चूज करेगी अब? मीरा देखनी है मुझे भी। कौन है कौन मीरा? और डेट में साथ में जा रहे हैं. നിമിത്തം അല്ലെങ്കിൽ ഇത്രയും കാലം വിവാഹത്തിന്റെ കാര്യം പോലും ഞാൻ ആലോചിക്കുന്നത് എന്താ? പെണ്ണ് കിട്ടാത്തതുണ്ട്. എനിക്കോ? എനിക്കോ? എന്താ വലിയ കാമദേവനാണെന്ന വിചാരം? ആ വിടവുള്ള പല്ലും മോണകാട്ടിയുള്ള ചിരിയും ആരെ വലിച്ചു കയറ്റാവുന്ന മൂക്കിന്റെ ദ്വാരവും ത്രികോണം നടക്കുന്നുണ്ട്. ഏത് പെണ്ണ് വരുമെന്ന്? എന്താ ആ മപ്പങ്ങ കൗളും ചളിങ്ങിയ മൂക്കും പിന്നെ ആമവാദം പിടിച്ചമാര് തോളും തൂക്കിട്ടുള്ള നടപ്പം കണ്ട പെമ്പിള്ളേര് പ്ലെയിനിൽ കയറി വരും അങ്ങ് ഈജിപ്റ്റ്. എന്റെ കിണ്ണ ആ മൂക്കൊന്ന് കുത്തിപ്പി ഏതെങ്കിലും പെമ്പിള്ളേരൊന്ന് നോക്കിക്കോട്ടെ ആ മുഖത്തേക്ക്. വലിയ ആളാണ്, വലിയ ആളാണ്. वो चेक कर भी आगे मीरा आई. ओ जूही चावला. वाह, तो बिलीव ही नहीं हो रहा. यस नो किस पे आया? एमवी. ഓ സോറി, എന്താ ഒരു പ്രത്യേകതരം റിച്വൽ? ഇത് മുത്തശ്ശി പഠിപ്പിച്ചെന്നൊരു മന്ത്രമാണ്. ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ. എങ്ങനെ? അതായത് ഇല MVS-ൽ വീണാൽ മോഹിനി വർമ്മ എന്ന പെൺകുട്ടിയെ ഞാൻ കാണുമെന്നാണ്. പക്ഷെ ഇല വീണത് നോയിൽ, അതിനർത്ഥം മോഹിനിയെ ഞാൻ കാണില്ലെന്നാ. ഇതൊരിക്കലും തെറ്റിയിട്ടില്ല. ഹരികൃഷ്ണന്മാർക്ക് മോഹിനി വർമ്മയെ എന്റെ മുൻപിൽ കൊണ്ടുവരാൻ പറ്റില്ല. ശ്രമിച്ചോളൂ, പക്ഷെ നടക്കില്ല. അയ്യോ, ഇത് മാറ്റേക്കിട്ട് ആരെയും കാണിക്കാൻ പാടില്ലെന്നാ. ഇരിക്കെ, ആദ്യം ചായ കുടിക്കാം. കരുതിയിരിക്കുകയാണല്ലോ മീര. നമ്മള് സുഹൃത്തുക്കളെ കഴിഞ്ഞില്ലേ? അതിനപ്പുറം. അതെ, അതിനപ്പുറം. മോഹിനിയുടെ കത്തുകളും കവിതകളും തരാം. ഇരിക്കെ. കവിതകൾ വായിക്കാൻ ലേശം കവിതാബോധമൊക്കെ വേണം. അതെ, ചെറുപ്പം മുതലേ ഭാഗ്യത്തിന് എനിക്കതാണ്. Oh no! I'm sorry. पे गिरी है.
पर चीखे भी नहीं है तो। नहीं पर अभी वो क्लीन करेंगी तो फिर ये वैसे हो जाएंगे। വേണ്ട ഞാൻ തുടച്ചു തരാം. हो हार लग रहा है, अब उनको जेलसी होगी. आज पूरी मेरे पे गिर जाती, मैं नहा लेगा चाय से. वो डाल देंगे ना अपने ऊपर, चाय डालेंगे. ओ उसको देखिए और लव द एक्सप्रेशंस. क्या एक्सप्रेशंस है मामूटी सर के. ये अश्लील अश्लील लग रहे एक्सप्रेशंस थोड़े. नहीं तो वही तो चिढ़ाने के लिए है. चिढ़ाने के लिए कर रहे. गिराएंगे, चाय गिराएंगे. അതിലും വീണോ? കൂട്ടുകാർക്കുണ്ടല്ലോ നല്ല സമാനത. अब उनको भी करेंगी. मेरे को लगा वेरी स्मार्ट. जुड़वा लग रहा है ऐसे जुड़वा. ചായ കുടിക്കാൻ. വല്ലാത്ത ചൂടൊന്ന് ആറിക്കോട്ടെ, എന്നിട്ട് കുടിക്കാം. ഗുപ്തന്റെ കൂടെ കൂടിയാ ഞാൻ ചായ ഇത്ര തിളപ്പിച്ച് തുടങ്ങിയത്. തിളച്ച ചായ ഊതി ഊതി കുടിക്കാനായിരുന്നു ഗുപ്തൻ ഇഷ്ടം. गुप्तन कौन है? ഇതാണ് മോഹിനിയുടെ കത്തുകളും കവിതകളും. ओ हाथ. बारी बारी से सबका आ रहा है. इसको नहीं घुसने देना है. ചായ കുടിക്കാൻ. चाय पियो यार. अब मत गिराना. മോഹിനിയുടെ കവിതകളില് 20 എണ്ണം പ്രത്യേകം തിരഞ്ഞെടുത്ത് വച്ചിരുന്നു ഗുപ്തൻ. अच्छा. നേരിൽ കാണുമ്പോൾ അനുവാദം വാങ്ങി പ്രസിദ്ധീകരിക്കാൻ. ओ മോഹിനിയെ കണ്ട അനുവാദം വാങ്ങിയില്ലെങ്കിൽ ആ കവിതകൾ പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല. അങ്ങനെ വന്ന മലയാള കവിതയ്ക്ക് പണിഞ്ഞു വെച്ചിട്ടും അണിയാൻ കഴിയാത്ത തങ്കത്താലി പോലെ ആയിപ്പോകും ओ ഈ കവിതകൾ. आनी चाहिए बाहर फिर तो. മീരയുടെ ആ മനോഹര സങ്കല്പം പോലെ പണിഞ്ഞു വെച്ചിരിക്കുന്ന ഈ തങ്കത്താലി എന്ത് വില കൊടുത്തും ആ മാറിൽ തന്നെ ചാർത്തും. ആ താലി ചാർത്തുന്ന കൈകൾ മീര ഒട്ടും സംശയിക്കില്ല, അത് ഈ ഹരികൃഷ്ണന്റേതായിരിക്കും. എത്രയും വേഗം നിങ്ങൾക്കത് കഴിയട്ടെ എന്ന പ്രാർത്ഥനയാ ഇപ്പോഴെനിക്ക്. ഇപ്പോ ഞങ്ങൾക്ക് പ്രാർത്ഥനയല്ല, അതൊരു വാശിയാണ്. അതെ, വാശിയാണ്. മീര, ഈ കവിതകളൊക്കെ ഞങ്ങളൊന്ന് കൊണ്ടുപോവുക. മിസ്സാക്കരുതൊന്നും. ഇല്ല മീര, ആ പാലത്തിന് ഉപയോഗിച്ചിരിക്കുന്ന തടി ഇതാണോ അതോ റോസ് വുഡാണോ? ഏത് പാലം? बुला रहा है. പ്ലീസ് കം. ओ മീര ഒരു മിനിറ്റ്. ഈ കുടിൽ പരമ്പരാഗതമായ കുടിൽ നിർമ്മാണ ശൈലിയിൽ കെട്ടിച്ചതാണോ അതോ ജാപ്പനീസ് ഹട്ട് നിർമ്മാണ ശൈലിയുടെ ഏതെങ്കിലും പുതിയ പാറ്റേൺ? ഇത് സാധാരണ മീര, ആ മെക്സിക്കൻ സ്നോ ഫ്ലവർ അല്ലേ, അത് എവിടെ നിന്ന് Mexican വന്നതാണ്? snow flower. കൃഷ്ണ, നമുക്ക് പോണ്ടേ, പോയിട്ട് ഒരുപാട് ജോലികളാ. വാ. अरे यार. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. बिल्कुल कोई दूसरा मौका नहीं दे रहा है. ഒരു ലീഗൽ ബാറ്റിനിടയിൽ കണ്ടുമുട്ടിയതാണെങ്കിലും കോടതിക്കും വകുപ്പുകൾക്കും ഒക്കെ അപ്പുറം നമുക്ക് പോണ്ടേ, ഒരുപാട് ജോലികളല്ലേ, പോയിട്ട് ഒരുപാട് ജോലികൾ. മീര, മീരയ്ക്ക് ഏത് തരം സഹകരണം വേണമെങ്കിലും എന്നെ ഇത് പ്രതീക്ഷിക്കാം. ഫ്രണ്ട് എന്ന നിലയിൽ, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ, As a ഒരു friend. ഫ്രണ്ട് എന്ന നിലയിൽ. ऐसा फ्रेंड फ्रेंड है फ्रेंड. हिलेरियस सीन था. एंड वो दोनों ये जुगलबंदी थी ना मामूटी सर और मोहनलाल सर की, वो इतनी फनी लग रही थी क्योंकि अभी दोनों को हम दोनों एज अ स्टार्स ही जानते हैं. एंड उनको वो पहले देखना कि वो किस तरीके से साथ में वो काम कर रहे थे एंड वो दोनों एक दूसरे को छेड़ रहे थे बार बार. वो उनके शक्ल के बारे में बोल रहे हैं, वो उनकी शक्ल के बारे में बोल रहे हैं. बहुत हिलेरियस. हाँ ये लोग एकदम ऐसे बेस्ट फ्रेंड्स की तरह ही लग रहे थे. एक तो पहले तो मुझे जुड़वा ही लग रहे थे, फिर बेस्ट फ्रेंड्स की तरह लग रहे थे, एक दूसरे की खिंचाई कर रहे थे. और जैसे लड़कों में होता है कि नहीं वो तेरी भाभी है, बोलते नहीं वो तेरी भाभी है. बिल्कुल वैसे ही हो रहा था यहाँ पे. सही में बहुत हिलेरियस था. आप लोग कैसा लगा कमेंट सेक्शन में जरूर बताएगा. जैसे लाइक करते जाए, कमेंट करते जाए, शेयर करते जाए. और सब्सक्राइब करिए. बाय.